viewers, welcome to my channel Race from the Heart. ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് രേണു നവീൻ ആണ്. A successful and inspiring beautiful soul. നമുക്ക് രേണുവിന്റെ വിശേഷങ്ങൾ അറിയാം. രേണുവിലേക്ക്. Hi Renu, welcome to my YouTube channel Race from the Heart. Thank you, Anelia. Thank you so much for having me here. Welcome. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ രേണുവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ പറയുന്നതാണ് സ്റ്റുഡിയോ നിതാര. അപ്പം അതിൻ്റെ എങ്ങനെയാണ് ഒരു സ്റ്റോറി, സ്റ്റാർട്ടിങ് സ്റ്റോറി? സ്റ്റുഡിയോ നിതാര ആക്ച്വലി ഞാൻ സിംഗപ്പൂരിലിരിക്കുമ്പോൾ 2017 ഒക്കെ ആകുമ്പോഴാണ് ഇത് തലയിൽ ഇങ്ങനെ കയറുന്നത്. ഓക്കെ. ദാറ്റ് സാരി അവിടെയും ഞാൻ ഉടുക്കുമായിരുന്നു. I was in Singapore then. Okay. We were settled in Singapore. എൻ്റെ ഹസ്ബൻഡിന് ഷോർ ജോബ് അവിടെയായിരുന്നു. അപ്പോൾ I just had my second baby and we had moved to Singapore. Okay. അപ്പോൾ സാരിയൊക്കെ ഉടുക്കും, പുറത്തു പോവും. സാരി ഇവിടെ when I come down to Cochin and when I'm shopping, എനിക്ക് നമ്മൾ ഫാൻസി സാരീസ് കിട്ടും, എല്ലാം കിട്ടും, ബട്ട് ഹാൻഡ്ലൂംസ് കിട്ടുന്നില്ല. ഐ എം നോട്ട് ഗെറ്റിംഗ് ദ സ്പെസിഫിക് വീവ്സ്. ഇൻസ്റ്റയിൽ ഇറ്റ് വാസ് ഓൾ ദെയർ. അപ്പോൾ ഇതൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ വീവേഴ്സിനെ തപ്പാൻ തുടങ്ങി. I got in touch with a few of them. Okay. And then when I started wearing it, people were like, "Evidna kitti? How?" Then I thought, why not make it my entrepreneurial venture? I was also doing Azmik at that time, which was started a few years back, jewellery making. But then with two kids, enki beads ellam kudi eduthu porthu vekkan pattatha oru avasthayil etti. But then as an educated woman, you are not happy sitting idle at home. Endengilum cheyanam. That is how Nitara happened. I started contacting a lot of weavers, getting sarees from them. And Achan travel ചെയ്യുമ്പോൾ he would bring it to Singapore. I would take pictures. And then അത് തിരിച്ച് അവിടെ തന്നെ ഇന്ത്യയിൽ എത്തും എങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ അവിടെ നിന്ന് വീവേഴ്സിന്റെ പിക്ചേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യണേ. ആ സമയത്ത് customers were in India. I was operating only through Insta. And customers were in India. എൻ്റെ ആൻറ്റി ഇവിടെ നിന്ന് കൊച്ചിയിലുള്ള ആൻറ്റി കൊറിയർ ചെയ്യും. I had a dedicated courier service. The guy would come and pick it up. അങ്ങനെയൊക്കെ ടെക്നോളജി നല്ലോണം യൂസ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. Then I had a few customers in Singapore also. Okay. ബട്ട് അതും ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുവരും. ദേ വർ നെവർ ഇൻ എ ഹറി. എനിക്ക് ഇന്ന് സാരി വേണമെന്ന് പറഞ്ഞ ആരും ഉണ്ടാവാറില്ല. ലൈക്ക് ഓക്കെ, വെൻ യു ആർ കമ്മിങ് യു ക്യാൻ ബ്രിങ് ഇറ്റ് എന്ന് പറയും. സോ മാനേജിങ് ഇറ്റ് ഫ്രം സിംഗപ്പൂർ, ഐ ഹാഡ് കസ്റ്റമർ ബേസ് ഇൻ ഇന്ത്യ ആൻഡ് വെരി ഫ്യൂ കസ്റ്റമേഴ്സ് ഇൻ സിംഗപ്പൂർ, ടു ബി വെരി ഓണസ്റ്റ്. മോസ്റ്റ് ഓഫ് ദ കസ്റ്റമർ ബേസ് ഇന്ത്യയിൽ തന്നെയായിരുന്നു, ഔട്ട്സൈഡ് കേരള. അതും നോട്ട് ഇൻ കേരള. ഇപ്പോഴും എനിക്ക് കേരളയിൽ സ്ട്രോങ് ഹോൾഡ് ഇല്ല. So that is how Nitara happened, that my search for sarees for me led me to searching for sarees for others. അങ്ങനെ thoughtfully curate ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ ഡിസൈൻ ചെയ്തെടുത്ത ഒരു ബിസിനസ് ആണ്. സാരി ഡിസൈനിങ്ങിലേക്ക് കടന്നില്ല, പക്ഷേ യെസ്, this yes. സോ നെറ്റ്വർക്കിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? നെറ്റ്വർക്കിംഗ് പ്രോസസ്? Everything was through Insta basically. ഫസ്റ്റ് സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിരുന്നു? അല്ല, ഫസ്റ്റ് സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് ആക്ച്വലി ഇൻസ്റ്റാഗ്രാമേഴ്സ് ആയിരുന്നു. ആൻഡ് ആ ഫസ്റ്റ് ലോട്ട് എൻ്റെ ഞാൻ ഇറക്കിയത് ഗോലബാമ സാരീസ് ഫ്രം സിദ്ദിപേട്ട് ആൻഡ് ഹിമറു സാരീസ് ആണ്. അന്ന് ഒരു ഇൻഡോറിലുള്ള ഒരു ദീദിയാണ് വാങ്ങിയത്. നൗ ഷീ ഈസ് മൈ ഫ്രണ്ട് ആൻഡ് സ്റ്റിൽ എ വെരി റെഗുലർ കസ്റ്റമർ. ദ ഫസ്റ്റ് ബാച്ച് അവിടെ നിന്നാണ് പോയത്. പിന്നെ സിംഗപ്പൂറുള്ള ചില കസ്റ്റമേഴ്സ്, അതിൽ കുറേ പേര് ഇപ്പോഴും ഉണ്ട്. മോസ്റ്റ്ലി എൻ്റെ കസ്റ്റമർ ബേസ് ഇസ് ഫ്രം ഇൻസ്റ്റാഗ്രാം ആക്ച്വലി. ആൻഡ് ഇപ്പോൾ കുറച്ച് ഫാമിലി എന്ന് പറയുമ്പോൾ വെരി ക്ലോസ് ഫാമിലി, എക്സ്റ്റെൻഡഡ് ഫാമിലിയിലേക്ക് ഇതുവരെ ഞാൻ എത്തിയിട്ടില്ല. വെരി ക്ലോസ് ഫാമിലിയിൽ സംടൈംസ് ദേ ബൈ. ആൻഡ് ഫ്രണ്ട്സിൽ സാരി ഉടുക്കുന്നവർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിലേക്ക് ഇത് എനിക്ക് മോസ്റ്റ്ലി. സോ ജനറലി ഐ വിൽ സേ മൈ സ്ട്രോങ്ങസ്റ്റ് കസ്റ്റമർ ബേസ് ഇസ് ഫ്രം സോഷ്യൽ മീഡിയ ആൻഡ് ഇൻസ്റ്റാഗ്രാം in particular. So you have a WhatsApp group for this business? ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ആക്ച്വലി ബ്രോഡ്കാസ്റ്റ് ആയിരുന്നു. ബ്രോഡ്കാസ്റ്റ് എനിക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് എന്തോ ഐ എം നോട്ട് വെരി ഫേവറബിൾ ടു ബൊംബാർഡിങ് വിത്ത് ഫോട്ടോസ്. എനിക്കത് പേഴ്സണലി ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോഴും ഞാനൊരു കൊളാജ് ആയിട്ട് വല്ലപ്പോഴും എവറി ഡേ ഒന്നും ഞാനിടില്ല. ബിക്കോസ് ഇഫ് ദേ ആർ ഫോളോയിങ് ഇൻസ്റ്റാ പേജ് ദേ ആർ ഗെറ്റിംഗ് ദി അപ്ഡേറ്റ്സ്. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഈയിടെ റീസെൻ്റ്ലി ഒരു 2 weeks ബാക്ക് പലർക്കും ബ്രോഡ്കാസ്റ്റിൽ ഇമേജസ് പോവാതെയായി. They started telling I got only the description, I didn't get the image. അപ്പോൾ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് അഗൈൻ മൈ പേഴ്സണൽ തിങ് ഇസ് ഐ ഡു നോട്ട് ലൈക്ക് ടു ബൊംബാർഡ് വിത്ത് ഫോട്ടോസ്. കാരണം എനിക്കതൊരു പേഴ്സണൽ സ്പേസിൽ ഇൻവേഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നും. അപ്പോൾ ഐ ടെൽ ദം പ്ലീസ് ചെക്ക് ദ ഇൻസ്റ്റാ പേജ്, അപ്ഡേറ്റ്സ് ആർ ഓൺ ഇറ്റ് ഓൾവേസ്. ഇഫ് യു വോണ്ട് ടു നോ എനിത്തിങ് ഐ എം ഓൾവേസ് അവൈലബിൾ
ഓൺ ദ ചാറ്റ്, അതായത് വാട്സാപ്പ് നമ്പേഴ്സ് അവർക്ക് അങ്ങനെ എൻക്വയറീസ് വരുമ്പോൾ ഞാൻ ഫോട്ടോസ് വീഡിയോസ് എല്ലാം ധാരാളം അയച്ചു കൊടുക്കും ടിൽ ദ പേഴ്സൺ ഇസ് ഹാപ്പി വിത്ത് വാട്ട് ദേ സീ. പക്ഷെ അതർവൈസ് ഐ ഡോണ്ട് ബോംബാർഡ്. ഓക്കെ, ഓരോ സാരീസും ഹാൻഡ് പിക്ഡ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എങ്ങനെ റിസർച്ച് ചെയ്യുന്നത്? അത് എനിക്ക് ഇപ്പോൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് വീവർ നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ ഐ എം വെരി കംഫർട്ടബിൾ വിത്ത് ദം. അപ്പോൾ അവർ ഇൻഫർമേഷൻ മുഴുവനും ഞാൻ ചോദിക്കുന്നത് എനിക്ക് അവർ ഇൻഫർമേഷൻ തരും. whenever they are weaving new sarees, അവർ എനിക്ക് അപ്ഡേറ്റ്സ് തരുന്നുണ്ട്. അപ്പോൾ so many of them are kind enough to give me that first set of pictures. അപ്പോൾ എനിക്ക് ഞാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് അത് എൻ്റെ സ്റ്റോക്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ ബുക്ക് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് ഓർഡേഴ്സ് അനുസരിച്ച് അത് ബുക്ക് ചെയ്യും. പർട്ടിക്കുലർ ആയിട്ട് ഇന്ന സ്റ്റേറ്റിന്റെ സാരി അല്ല ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാറുണ്ട്. അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് പഠിച്ചതിന് ശേഷം എന്ന് വെച്ചാൽ ഞാൻ ആ വീവിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും വീവേഴ്സിനോട് ചോദിച്ചിട്ടും അല്ലാതെ വായിച്ചിട്ടും മെനി പീപ്പിൾ ഓൾസോ വോണ്ട് ടു നോ ദ ത്രെഡ് കൗണ്ട് ആൻഡ് അത് നമുക്ക് ഓരോ സാരിക്കും അവർ യൂസ് ചെയ്യുന്നത് വേറെ ആയിരിക്കും. അത് ഞാൻ പറയും ഐ വിൽ ചെക്ക് വിത്ത് ദ വീവർ ആൻഡ് ഗെറ്റ് ബാക്ക്. കാരണം അത് എനിക്ക് കയ്യിലുള്ള ഇൻഫർമേഷൻ അല്ല, ബട്ട് ഐ നോ ജനറലി ഇവരിതാണ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ എപ്പോഴും ഡബിൾ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തിട്ട് ആ ഇൻഫർമേഷൻ ഞാൻ കൊടുക്കുള്ളൂ. ബട്ട് ഐ എം വെരി വെരി പെർട്ടിക്കുലർ ദാറ്റ് ഐ സോഴ്സ് ഒറിജിനൽ ഹാൻഡ് പിക്ഡ് ഹാൻഡ്ലൂം സാരീസ്. ഇപ്പോൾ ധാരാളം ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറങ്ങുന്നുണ്ട് ബംഗാളിലും അവിടെ. അത് ഞാൻ വാങ്ങില്ല. ബിക്കോസ് I feel it is unethical for me to promote duplicates. GI tagged weaves ആണ് ഇവർ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഇറക്കുന്നത്, which is very sad. അപ്പോൾ ഒരു വീവറിൻ്റെ ഒറിജിനൽ ഇത് പോവാണ്, വാല്യൂ പോവാണ്. അപ്പോൾ ഐ ഡോണ്ട് എൻകറേജ് ദാറ്റ്. ആൻഡ് വാഷിംഗ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്, കൊടുക്കാറുണ്ട്. കസ്റ്റമേഴ്സിനോട് ചോദിക്കും. മോസ്റ്റ് ഓഫ് ദ സാരീസ് ആർ ആക്ച്വലി ഹാൻഡ് വാഷബിൾ. ആദ്യത്തെ ഒന്ന് വേണമെങ്കിൽ സേഫ്റ്റിക്ക് ഡ്രൈ ക്ലീൻ. കാരണം ഇപ്പോൾ ഭുജോഡി സാരീസ് ആണെങ്കിലും അതെ, അജ്രക് ആണെങ്കിലും അതെ, അവരുടെ പ്രോസസ്സിൽ തന്നെ ഇത് മൾട്ടിപ്പിൾ വാഷസ് ചെയ്ത് കഴിയുന്നതാണ്. പിന്നെ മല്ലിലും അജ്രക്കിലും യു ഷുഡ് എക്സ്പെക്ട് കളർ ബ്ലീഡിങ്, കാരണം അങ്ങനത്തെ പ്രോസസ്സാണ് അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1 or 2 times ഡ്രൈ ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഹാൻഡ് വാഷിലേക്ക് കടന്നാൽ മതി പറയും. ഞാൻ പേഴ്സണലി വീട്ടിൽ ഹാൻഡ് വാഷ് ചെയ്യുന്ന ആളാണ് ജനറലി. ഷാംപൂ അല്ലെങ്കിൽ ലൈറ്റ് ഡിറ്റർജന്റ്, സം ഈവൻ മെഷീൻ വാഷ് ഓൺ ഡെലിക്കേറ്റ്. ഞാൻ ചെയ്യാറ്. ഐ ഡോണ്ട് സ്റ്റാർച്ച്, ബട്ട് ഇപ്പോൾ മധുരൈ സാരീസ്, ബംഗാൾ കോട്ടൺസ്, സം ഈവൻ സ്റ്റാർച്ച് ഇക്കറ്റ്സ് വെരി ലൈറ്റ്ലി. Personally, as a saree lover, I never starch my sarees because I like to throw my saree around. I don't like to take more than 15 minutes to get ready. Or 15-20 minutes le ready ആയിട്ട് ഇറങ്ങണം. I don't like to എനിക്ക് സാരി അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഡ്രേപ്പ് ചെയ്യണം. രേണുവിന് സാരി ഡ്രേപ്പിംഗ് ഒരു ടാസ്ക് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. I literally throw my saree on my shoulder and I am off on my feet. എനിക്ക് ടൈം അതിൽ അധികം എടുക്കില്ല. അങ്ങനത്തെ സാരീസ് ഞാൻ ഉടുക്കാറില്ല, ടു ബി വെരി ഓണസ്റ്റ്. ഇപ്പം ബംഗാൾ സാരീസ് ഒക്കെ സ്റ്റാർച്ച് ചെയ്താണെങ്കിൽ ഞാനൊരു 4 വാഷ് ചെയ്ത് അതിൻ്റെ സ്റ്റാർച്ചൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഉപയോഗിക്കുക. കാരണം എനിക്ക് സ്റ്റിഫായിട്ട് നിൽക്കുന്ന സാരീസ് ഇഷ്ടമല്ല. പേഴ്സണലി my auntie and so many others keep saying how they love the starched sarees, especially നമ്മുടെ ഒരു 1 generation up. They love starch sarees. അങ്ങനെയുള്ളവർക്ക് സുങ്കുടിയിലും മിക്കത്തിലും ഒക്കെ സ്റ്റാർച്ച് ചെയ്യാം. There is that option. They can maintain the sarees the way they want. But I personally prefer the handlooms soft. Okay, now we can talk about the jewellery. Jewellery collection. Renu's jewellery, Renu style ചെയ്യുന്ന ഒരു രീതി, അതൊക്കെ വെരി ഇംപ്രസീവ്. അപ്പോൾ അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത ആ ഒരു സ്കിൽ? അത് ഡെവലപ്പ് ചെയ്തത് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ഇസ് ദെയർ ഇൻ മീ ഫ്രം, എനിക്ക് തോന്നുന്നു അത് ഇൻബോൺ ഒരു ക്യാരക്ടറാണ് എൻ്റെ. കാരണം ഞാൻ വളരെ ചെറിയ കുട്ടിയാവുമ്പോഴും ഇവൺ ഈ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവം വരുമ്പോൾ ഞാൻ പോയി വാങ്ങാൻ കമ്മല. അപ്പോൾ ഐ വാസ് വെരി പെർട്ടിക്കുലർ ഇൻ സ്കൂൾ ഓൾസോ. സ്കൂളിൽ കളേഴ്സ് ആദ്യം സമ്മതിച്ചിരുന്നു ഹെയർ ബാൻഡിൽ. എൻ്റെ ഇയറിങ്ങും hair band match ആയിരിക്കും. അത് ഇപ്പോൾ when I started Azmik designs and I was doing jewellery, എൻ്റെ ഫ്രണ്ട്സ്, സ്കൂളിലെ ഫ്രണ്ട്സ് പറയും, now you're doing what you were born to do because you were already a jewellery ക്രേസ് ഉള്ള ഒരാളാണ്. ഓൺലൈൻ തന്നെയായിരുന്നു. അസ്മിക്ക് ഞാൻ ഓൺലൈനാണ് ചെയ്തത്. ആക്ച്വലി അത് ഒരു ഹോബി എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. മോള് ജനിച്ചപ്പോൾ ഐ എം സിറ്റിംഗ് അറ്റ് ഹോം, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. ബട്ട് ദെൻ മൈ കസിൻ സ്റ്റാർട്ടഡ് സേയിങ്, ചേച്ചി യുവർ ഡിസൈൻസ് ആർ നൈസ്, പുട്ട് ഇറ്റ് ഓൺ ഇൻസ്റ്റ. അങ്ങനെ ആക്ച്വലി ദുബായിൽ I was in Dubai then. I had a few customers in Dubai. Same thing I had in Singapore.
രണ്ടാമത്തെ ആള് ജനിച്ചപ്പോഴാണ് എനിക്ക് 2 കുട്ടികളായപ്പോൾ എനിക്ക് ബീഡ്സും വെച്ചിരിക്കാൻ പറ്റാണ്ടായി. അപ്പോൾ then I slowly stopped it. പിന്നെ when we moved also almost ഒരു 1.5 years എൻ്റെ ബീഡ്സ് പാക്കേജ് കാർട്ടണിലായിരുന്നു. I did not take it out. ജ്വല്ലറി മേക്കിംഗ് പഠിച്ചിട്ടായിരുന്നു? ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചു, തന്നെ പഠിച്ചു, സെൽഫ് ടോട്ട് ആണ്, തന്നെ പഠിച്ച്. അതുകൊണ്ട് ലിമിറ്റഡ് എന്താ പറയുക സ്റ്റൈലിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ വെറുതെ ആ ജെം സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. എൻ്റെ തന്നെ കുറച്ച് കളക്ഷൻ ഉണ്ട്. പിന്നെ ഐ ലവ് ജ്വല്ലറി, എസ്പെഷ്യലി ഹാൻഡ് മെയ്ഡും സിൽവറും. ഗോൾഡിൻ്റെ ഞാൻ ഫാനല്ല. അപ്പോൾ വളരെ സൂക്ഷിച്ച് വെക്കും, പല ബോക്സസിലായിട്ട് വെക്കും. പിന്നെ സാരി ഞാൻ അങ്ങനെ പ്ലാൻ ഒന്നും ചെയ്യില്ല. ഒരു സാരി എടുത്തിടുമ്പോൾ എനിക്ക് ടക്ക് 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 ആ കോമ്പിനേഷൻസ് അങ്ങോട്ട് വരും, ഞാൻ ഇടും പോകും. അത്രേ. ബട്ട് ഐ ഹാവ് എ ഗുഡ് കളക്ഷൻ ആൻഡ് ഐ ആം എക്സിബിഷൻസിനൊക്കെ പോകുമ്പോൾ ഞാൻ വാങ്ങുന്ന ഒരു സാധനം ജ്വല്ലറിയാണ്. സാരീസ് വാങ്ങാറില്ല ഇപ്പോൾ, കാരണം ഐ ആം ക്യൂറേറ്റിംഗ് ഇറ്റ്. സോ ഐ ബൈ ഓൺലി ഫ്രം മൈ വീവേഴ്സ്. അങ്ങനെ പുറത്തുനിന്ന് വാങ്ങുന്നത് റെയർ ആണ്. വല്ലാതെ ഇഷ്ടമായ ഞാൻ വാങ്ങും, വേറെ ബയേഴ്സ് നിന്നാണെങ്കിലും ഞാൻ വാങ്ങും. ബട്ട് ജനറലി I buy it from weavers. My sarees also I buy for the idellam ende collection. Talk about this saree particularly. This is a very special saree because it is completely hand drawn aanu. Every inch of this, ipo ee colors ellam the Maheshwari silk ilana. This is a saree from Gujarat. Avade this is called a Mathani Pachedi painting. Adu endanu vecha pand religious ceremonies le backdrop aayittu ചെയ്തിരുന്ന ദേവി അങ്ങനത്തെ രൂപങ്ങൾ ചെയ്തിരുന്ന ആർട്ടിസ്റ്റുകളാണ് ഇവർ. അപ്പോൾ ദാറ്റ് ഈസ് എ വെരി എക്സ്പെൻസീവ് തിങ്. ഒരു ഫുൾ ബാക്ക്ഗ്രൗണ്ട് അവർ വരയ്ക്കുക, അതൊക്കെ നാച്ചുറൽ കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യണത്. അവർ സ്ലോലി ദേ സ്റ്റാർട്ടഡ്, അവർക്ക് ഇൻകം വേണമല്ലോ, അപ്പോൾ ദേ ഓൾസോ ബിക്കം ഇന്നോവേറ്റീവ്. അങ്ങനെ അവർ പെയിൻറ്റിങ്സ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ആ പെയിൻറ്റിങ്സ് അവർ സാരിയിൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഹാൻഡ് ഡ്രോൺ ആണ്. അതല്ലാണ്ട് അവർക്ക് ഈ ചില മോട്ടീവ്സ് അവർക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ആയിട്ടും ചെയ്യാം. ബ്ലോക്ക് പ്രിന്റിങ് നമ്മുടെ കലംകാരിയുടെ ഒരു ഗുജറാത്തി വേർഷൻ ആണ്. അപ്പോൾ ഇത് എനിക്ക് ഐ പേഴ്സണലി ലവ് ദിസ് സാരി ബിക്കോസ് ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് വർക്ക്ഡ് ഓൺ ദിസ്. സാരി അങ്ങോട്ട് വിരിച്ചിട്ടിട്ട് കുറേ സ്ത്രീകൾ ഇതിൽ വരയ്ക്കും, കളർ ചെയ്യും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ലോട്ട് ഓഫ് എഫേർട്ട് ഹാസ് ഗോൺ ഇൻ ടു ദിസ് വൺ സാരി. അപ്പോൾ ഞാൻ അങ്ങനെ സ്പെഷ്യലായിട്ട് എനിക്ക് കൊണ്ടു നടക്കാൻ ഇഷ്ടമുള്ള ഒരു സാരിയാണ്. യെസ്, കാരണം കുറേ പേര് ഇപ്പോൾ കളേഴ്സ് ഇതിപ്പോൾ ബേജ് ആയതുകൊണ്ട് ഇങ്ങനെയാണ്. ഇപ്പോൾ ഇത് ബ്ലാക്കോ റെഡോ ആണെങ്കിൽ ആ ബേസ് കളർ പോലും പെയിന്റഡ് ആണ്. ഒരു ക്രീം എന്നാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യണത്. ബേസ് കളർ കൊടുത്ത് ബോർഡർ കൊടുത്ത് പെയിന്റ് ചെയ്ത് അത് ഡ്രൈ ചെയ്ത് അടുത്ത കളർ കൊടുത്ത് ഇറ്റ്സ് മോർ ദൻ ഒരു 20-25 ഡേയ്സ് നീളുന്ന പ്രോസസ്സാണ്. പിന്നെ കുറേ പേര് വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ 20-25 ഡേയ്സ്. ഒരാളാണ് മാത്രം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്ക് മാസങ്ങളെടുക്കും. അത് കുറച്ച് ഒരു ഹയർ റേഞ്ചിലുള്ള സാരീസാണ്. സോ ഐ ബേസിക്കലി ഹാവ് ഫ്രം 1000 rupees to ഒരു 45-50,000 റേഞ്ചിലുള്ള സാരീസ് ഉണ്ട്. ഓക്കെ, ഇനി കമ്മിങ് ടു പിങ്ക്ഷീൽഡ്, അതിനെക്കുറിച്ച് പറയാം. പിങ്ക്ഷീൽഡ് ഇസ് സംതിങ് ഐ എം വെരി വെരി പാഷനറ്റ് അബൌട്ട്. എന്ന് വെച്ചാൽ ഞാൻ കുറേ വർഷങ്ങളായിട്ട് എന്തെങ്കിലും ഒരു സോഷ്യൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവണം എന്ന് പറഞ്ഞ് മനസ്സിലുണ്ട്. ട്രൈ ചെയ്ത ഒരാളാണ്. അപ്പോൾ ഡൽഹിയിലിരിക്കുമ്പോൾ ഈച്ച് വൺ ടീച്ച് വണ്ണിൽ ഐ ട്രൈ ടു എൻറോൾ. പക്ഷേ അന്ന് വി വർ സെയിലിംഗ്, എൻ്റെ ഹസ്ബൻഡ് മെർച്ചൻ്റ് നേവിയിലാണ്. അപ്പോൾ എനിക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റണില്ല ഒരു ഇയർ. അപ്പോൾ ദെൻ ഐ ഹാഡ് ടു ഡ്രോപ്പ് ദാറ്റ്. പിന്നെ വേൾഡ് വിഷൻ വഴി ഞാൻ കുട്ടികളെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഐ യൂസ് ടു റൈറ്റ് ലെറ്റേഴ്സ് ടു ദെം. അപ്പോൾ എവ്രിവെയർ ഐ വെൻറ്റ് ഐ വാസ് ട്രൈങ് ടു ഗെറ്റ് അസോസിയേറ്റഡ് വിത്ത് സംതിങ് വിച്ച് ഐ കെൻ ഡു. അങ്ങനെ ഞാൻ വെൻ ഐ മൂവ്ഡ് ബാക്ക് ടു കൊച്ചിൻ ഇൻ 2019 എൻ്റെ സ്വന്തം ഇനീഷ്യേറ്റീവിൽ ഞാൻ കുറച്ച് ഓർഫനേജസിൽ സ്റ്റേഷനറി ഐറ്റംസ് സപ്ലൈ ചെയ്തിരുന്നു. അത് ഐ മേഡ് ഷുവർ ദറ്റ് ഐ വാസ് ഗിവിങ് ഇറ്റ് ടു എ ഹിന്ദു, എ ക്രിസ്ത്യൻ ആൻഡ് മുസ്ലിം, 3 റിലിജിയനിലുള്ളവരെയും ഞാൻ സെലക്ട് ചെയ്ത് ബോയ്സ് ആൻഡ് ഗേൾസ് അങ്ങനെ വളരെ ശ്രദ്ധിച്ച് സെലക്ട് ചെയ്ത ഓർഫനേജസിൽ വി സപ്ലൈഡ്. അത് ഭാവൻസ്, എൻ്റെ സ്കൂൾ ഭാവൻസ് ഗിരിനറിലാണ് ഞാൻ പഠിച്ചത്. അവിടുത്തെ കുട്ടികളാണ് അത്, ഞങ്ങളാണ് അത് ഫണ്ട് ചെയ്തത്. സോ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഫ്രം ഭാവൻസ് ആൻഡ് ഐ ടുക്ക് ദി ഇനീഷ്യേറ്റീവ് ഡു ഇറ്റ്. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വിനീത്, ഹു ഇസ് മൈ ക്ലാസ്മേറ്റ് ഫ്രം ഭാവൻസ്, ഹി വാസ് രജിസ്റ്ററിങ് പിങ്ക്ഷീൽഡ്. സോ പിങ്ക്ഷീൽഡ് അതിനു മുമ്പ് സെൽഫ് ഡിഫൻസ് ക്യാമ്പയിൻസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് പിങ്ക്ഷീൽഡ് എന്ന പേര് തന്നെ സെൽഫ് ഡിഫൻസ് ക്യാമ്പയിൻസ് കളരിപ്പയറ്റ് ലുബൈന കളരിയുടെ കളരിപ്പയറ്റ് ക്യാമ്പയിൻസ് സ്കൂൾസിലും കോളേജസിലും ചെയ്യാൻ വേണ്ടിയിട്ട് പിങ്ക്ഷീൽഡ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഫ്ലഡിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ വന്നപ്പോൾ we were like even I was involved ആ ഫ്ലഡിൻ്റെ ഇതിൽ. we all were doing അങ്ങനെ outside the self defense. അപ്പോൾ this thought of registering it came and somehow timing was perfect. I had moved back from Singapore to Cochin. അപ്പോൾ then founding day മുതൽക്ക് രജിസ്റ്റർ ചെയ്തപ്പോൾ ഞാൻ മെമ്പറാണ്.
അങ്ങനെയാണ് പിങ്ക്ഷീൽഡ് ഒരു നമ്മളിപ്പോൾ 7 members ആയിരുന്നു. നൗ വി ആർ 8. Another teacher has also joined. She started as volunteer, Leela എന്ന് പറഞ്ഞിട്ട്. Now we are 8 people in the team. അപ്പോൾ we started with self-defense. We ventured into education, Project Akshara. പിന്നെ പാലിയേറ്റീവ് സെൻറ്റേഴ്സിൻ്റെ സപ്ലൈയും അങ്ങനെ ആശ്രയ. പിന്നെ ഹിയറിംഗ് എയ്ഡ് റിലേറ്റഡ് ആയിട്ട് തരംഗ്. ആൻഡ് ദെൻ ഷെൽട്ടർ ബിൽഡിങ്ങും ബിൽഡിംഗ് റിലേറ്റഡ് ആയിട്ട് സേഫ്റ്റി ഇതായിട്ട് തണൽ. അങ്ങനെ 5 projects we have now. അത് 2020 കൊറോണയുടെ സമയത്താണ് നമ്മളിത് രജിസ്റ്റർ ചെയ്യുന്നത്. സോ ഇപ്പോഴത്തെ പ്രോജക്റ്റുകൾ എന്താണ്? നമുക്ക് എല്ലാം റണ്ണിങ് പ്രോജക്ട്സ് ആണ്. അതിൽ ഏറ്റവും നമ്മുടെ എന്താ പറയുക, ഏറ്റവും അധികം ഇൻവോൾവ്മെന്റ് കുട്ടികളുടെയും എല്ലാം ഉള്ളത് അക്ഷരയാണ്. വി ആർ സപ്പോർട്ടിങ് ലോട്ട് ഓഫ് കിഡ്സ്. ഡെഫായ കുറേ കുട്ടികൾ, 2 ഡെഫ് സ്കൂൾസിൻ്റെ ഒരു 50+ കുട്ടികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം തന്നെ 36, കഴിഞ്ഞ കൊല്ലം മാത്രം. അതല്ലാതെ പ്രീവിയസ് റണ്ണിങ്ങും എല്ലാം കൂടി എടുക്കുമ്പോൾ നമുക്കൊരു 50 to 60 സ്റ്റുഡൻസ് അക്ഷര പ്രോജക്റ്റിൽ മാത്രമുണ്ട്. പ്ലസ് വി ഹാവ് ആശ്രയ വിച്ച് ഇസ് ടൈഡ് അപ്പ് വിത്ത് പാലിയേറ്റീവന്മാരുടെ. അവിടെ നമ്മൾ റെഗുലർ എവറി 3 months വി വിസിറ്റ്. അവരുടെ ഡയപ്പേഴ്സിൻ്റെ ആവശ്യം എന്തെങ്കിലും വാട്ട് എവർ ദേ നീഡ് വി ട്രൈ ടു ഡു. ഇതൊന്നും അല്ലെങ്കിൽ വി ഗോ ആൻഡ് സ്പെൻഡ് സം ടൈം വിത്ത്. അങ്ങനെ പിന്നെ തരംഗും അതെ, നമ്മുടെ ആ 2 ഡെഫ് സ്കൂൾസായിട്ട് അസോസിയേറ്റഡ് ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വി ആർ ഓൾവേസ് ദെയർ. സോ ഈ 5 projects റണ്ണിങ് ആണ്. സെൽഫ് ഡിഫെൻസ് ക്യാമ്പയിൻസ് എല്ലാം കണ്ടിന്യൂസ് റണ്ണിങ് ആണ്. അക്ഷരയിലാണ് നമുക്ക് മാക്സിമം കുട്ടികൾ ഉള്ളത്. സോ ദാറ്റ് ഇസ് വെയർ, അതാണ് ഈ ഫണ്ട് റേസിംഗ് പോസ്റ്റേഴ്സിൽ കുട്ടികളുടെ സ്പോൺസർഷിപ്പ് ആണ് നമ്മൾ ചോദിക്കാറുള്ളത്. ബിക്കോസ് വി നീഡ് അറൌണ്ട് 2000 rupees per child. ആ ഫണ്ടിങ് ആണ്. അതും നമ്മൾ വാട്ട് വി ട്രൈ ടു ഡു ഇസ് വി ട്രൈ ടു അസോസിയേറ്റ് 1 child വിത്ത് 1 sponsor. അപ്പോൾ ആ ഒരു കുട്ടിയുടെ ഒരു കൊല്ലത്തെ കാര്യം ആ ഒരാൾ നോക്കും എന്നുള്ള പോലെ. അപ്പോൾ വി ഗിവ് ദം അപ്ഡേറ്റ്സ്, ഇങ്ങനെയാണ് ഇതാണ്. അവരോട് മാത്രം ഐഡന്റിറ്റി റിവീൽ ചെയ്യും കുട്ടിയുടെ അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പോൾ വി ഹാവ് 2 students who have actually passed out their degree. They have gone into jobs. അത് ഞങ്ങളുടെ ഒരു എന്താ പറയുക അച്ചീവ്മെന്റ് ആണ്. കാരണം അല്ലെങ്കിൽ അവരെവിടെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുന്ന ഒരു കുട്ടി ഓഫനാണ്. ഷീ ഈസ് നൗ പ്ലേസ്ഡ് ഇൻ എ ഗുഡ് ജോബ് ഇൻ റെലിഗേർ. വേറൊരു കുട്ടി ഇപ്പോൾ പോപ്പുലറിൽ കയറി. അങ്ങനെ ദാറ്റ് ഇസ് എ വെരി ഗുഡ് തിങ്. വി ഹാവ് അനദർ കിഡ് ഹു ഇസ് ഡൂയിങ് നഴ്സിംഗ്. വലിയ കുട്ടികൾ, ബാക്കിയൊക്കെ വളരെ ചെറിയ കുട്ടികളാണ്. ഓക്കെ, സോ ഹൗ ടു കോൺടാക്ട് പിങ്ക്ഷീൽഡ്? Pinkshield, we are very active on the Insta this thing. Pinna we have a website, pinkshield.in. Pinna nammada numbers are there on the posters. I am handling the phone. Endendengilum contact ചെയ്താ we can tell you, give you a proper guidance about how you can be part of Pinkshield. വളരെ ട്രാൻസ്പെറന്റ് ആണ് ഞങ്ങൾ. അതായത് ഫണ്ട്സ് തരുന്ന ആൾക്ക് നമ്മൾ പറയും നിങ്ങളുടെ ഫണ്ട് ഇന്ന പ്രോജക്റ്റിനാണ് യൂസ് ചെയ്യുന്നത്, ഇതാണ് പ്രോജക്റ്റിൻ്റെ ഇത് എന്ന് പറയാറുണ്ട്. So that is how we try to bring Pinkshield. Pinne, as a personal thing, I am very particular that part of the proceeds of Studio Nitara is always put back into Pinkshield. And in Studio Nitara, kore customers valare velliya reethiyil thanne Pinkshield inde kore projects support ചെയ്തിട്ടുണ്ട്. So I am always indebted to them for that. Pinkshield inde updates njan ende Studio Nitara customers nu kodukkaruണ്ട്. And എനിക്ക് രണ്ടും വേറെയല്ല. ലൈക്ക് of course I am the person behind running both എന്നുള്ളതെന്ന് വെച്ചാൽ രണ്ടുപേരും ഇൻവോൾവ് ആയ ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കിത് രണ്ടും ഒരേമാതിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഐ എം വെരി പാഷനറ്റ് അബൌട്ട് പിങ്ക്ഷീൽഡ്. എനിക്ക് സ്റ്റുഡിയോ നിതാര ഒരു സ്റ്റെപ്പ് താഴെ പോയാലും ഐ എം ഓക്കെ, ബട്ട് പിങ്ക്ഷീൽഡ് ഇസ് മൈ ഡ്രീം പാഷൻ. ഇറ്റ് ഈസ് വെരി, ഐ എം വെരി പാഷനറ്റ് അബൌട്ട് ഇറ്റ്. ഇനി പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോൾ എവിടെ നിന്നാണ് ഈ ഒരു ഇൻസ്പിറേഷൻ, ഇങ്ങനെ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാനുള്ള ഇൻസ്പിറേഷൻ? ഫ്രം പേരൻസ്? അങ്ങനെ എനിക്കറിയില്ല. പക്ഷേ ഐ ഹവ് ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് ഐഡലായിട്ട് ഇരിക്കരുത്. യു ഷുഡ് ഡു സംതിങ്. ബിക്കോസ് വാട്ട് ഐ സീ ഇൻ സൊസൈറ്റി ഈസ് നമ്മൾ എസ്പെഷ്യലി വിമൻ വി ടേക്ക് എ ബിഗ് സ്റ്റെപ്പ് ബാക്ക് വെൻ വി ഹാവ് കിഡ്സ്. എന്നിട്ട് നമ്മൾ കുട്ടി ഫാമിലിന്ന് മാത്രം പറഞ്ഞിരിക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ നമ്മൾ തന്നെയാണ് ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്. വി ആർ നോട്ട്, നമ്മുടെ എഡ്യൂക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ഫീലിംഗ്. ഞാൻ എൻ്റെ അമ്മമ്മോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട് ദാറ്റ് അമ്മമ്മ ഞാനൊന്നും ചെയ്യണില്ല, ഐ എം ഫീലിംഗ് ബാഡ്. സോ മൈ ഗ്രാൻഡ് മദർ ദാറ്റ് ടൈം യൂസ് ടു സേ മോള് പഠിപ്പുള്ളതുകൊണ്ടല്ലേ മോൾക്ക് കുട്ടികളെ നന്നായി പഠിപ്പിക്കാനും റേസ് ചെയ്യാനും പറ്റണം. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഗിവിംഗ് മീ ദറ്റ് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ. യു നീഡ് ടു ഡു സംതിങ് ഫോർ yourself, you need to do something for society ennulla this thing was very strong. And then you can do all this when you have the health alle.
And you cannot wait for your kids to grow up and then do it. Karnam, somewhere or the other, bringing up kids is a lifetime project. Yeah. You are all, somewhere or the other, ഇപ്പോൾ വലുതായി അവർ പോകും, fine, but still, നമ്മുടെ duty തീരില്ല. Somewhere or the other, we have things. When they leave, when that empty nest syndrome kicks in, if I don't have anything to do, that can be a very depressing stage, and I don't want to personally put myself there. എനിക്ക് ആക്റ്റീവായിട്ട് എനിക്ക് I don't like, എനിക്ക് cinema full 3 hours കണ്ടാൽ ഞാൻ guilty ആണ്. I feel guilty. I break the, there was a time when I used to watch like that, പക്ഷേ ഇപ്പോൾ I feel guilty. I'm like, വെറുതെ സമയം കളയല്ലേ, അതിൽ എനിക്ക് വേറെ പലതും ചെയ്യാലോ എന്ന് തോന്നും. So generally it is that feeling which makes me go behind it, or maybe I'm basically very impatient. അതുകൊണ്ട് എനിക്ക് വെയിറ്റ് ചെയ്ത് ഇരുന്ന് കുട്ടികൾ വലുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ ഞാൻ കുട്ടികൾ when I had my kids, one thing I told myself is, ഞാനൊരു സ്റ്റേ അറ്റ് ഹോം മദർ ആണ്. അപ്പോൾ കുട്ടികൾ ജനിക്കുമ്പോൾ ഞാൻ സ്റ്റേ അറ്റ് ഹോം മദർ ആണ്. ഞാൻ പക്ഷെ അവരെ വളർത്തുമ്പോൾ വർക്കിംഗ് മദറിൻ്റെ കുട്ടികളെ മാതിരിയാണ് ഞാൻ വളർത്താൻ പോകുന്നത്. I am not going to spoon feed them. I want them to be independent. അവനോൻ്റെ കാര്യം അവർ ചെയ്യണം. I am there. ഞാനുണ്ട്. പക്ഷേ അത് വിചാരിച്ച എല്ലാത്തിനും പറഞ്ഞാൽ ഞാനില്ല. I am not there. You do your things. You do your, be responsible for what you can at whatever age you are. Definitely. Fine. അത് ഞാൻ അത് ഐ എം വെരി വെരി പെർട്ടിക്കുലർ അബൌട്ട് ഇറ്റ്. അമ്മയൊക്കെ പറയും കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ പറയും അമ്മ അവർ ചെയ്യും. ഗ്രാൻഡ് പേരൻസ് ദേ ആർ ഓൾവേസ്. പിന്നെ അവർക്കും അതൊരു കോൺഫിഡൻസ് ആണ് നമ്മൾ. അതെ, കാരണം അവർക്ക് അറിയാം. അവർക്ക് ചിലപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ട് കുട്ടികളുടെ പിന്നാലെ അവരെ റെഡിയാക്കാൻ ഞാൻ നടക്കാറില്ല. ഐ എം പ്രിപ്പയറിംഗ് ദ ലഞ്ച് ആൻഡ് ഡൂയിങ് ഓൾ ദാറ്റ് ഫോർ ദ കിഡ്സ് ഇൻ ദ മോർണിംഗ്. അവർ രാവിലെ എണീക്കണു, കുളിക്കണു, റെഡി ആവണു, ഞാൻ യൂണിഫോം എടുത്ത് വെച്ച് കൊടുക്കും. അത് അൾമാറിയിൽ നല്ല ഹൈറ്റിലായതുകൊണ്ട് ഞാനത് താഴത്തേക്ക് എടുത്തു കൊടുക്കും. ബാക്കി ചെയ്യേണ്ടത് അവരുടെ ഡ്യൂട്ടിയാണ്. അവരുടെ ഷൂസ് ഇടുക, അവരിറങ്ങുക. യെസ്, ബസ് സ്റ്റോപ്പ് കൊണ്ടാക്കുക, ഞാൻ ചെയ്യും. ലഞ്ച് പ്രൊവൈഡ് ചെയ്യും. വാട്ട് ദേ കനോട്ട് ഡു, വാട്ട് ദേ നീഡ് മീ ഫോർ, ഐ എം ദെയർ. ഐ എം ഓൾവേസ് ദെയർ. പക്ഷേ കംപ്ലീറ്റ്ലി അമ്മ പപ്പ, ആൻഡ് മൈ ഹസ്ബൻഡ് ഇസ് വർക്കിംഗ് ഇൻ ദോഹ, സോ ഐ എം റണ്ണിങ് ദ ഷോ അലോൺ. അപ്പോൾ ഐ ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ഹൗ മച്ച് ടൈം ഐ ക്യാൻ കമ്മിറ്റ് ടു ഡിഫറെൻറ്റ് തിങ്സ്. അപ്പോൾ ചില ദിവസം ഞാൻ സ്റ്റുഡിയോ നിതാരനെ ഒന്ന് ബാക്കിലേക്ക് വെക്കും, ചില ദിവസം പിങ്ക്ഷീൽഡിനെ ഒന്ന് ബാക്കിലേക്ക് വെക്കും. ആൻഡ് വെൻ ഐ നീഡ് ടു we have the capability to manage. Every woman has the capability to manage. Pinna time is something I value a lot. Coming to punctuality and things like that. ഒരു സമയം പറഞ്ഞാൽ ആ സമയം ഞാൻ അവിടെ ഉണ്ടാവും. Unless there is some emergency. I do not like to make people wait. I consider time to be of utmost importance. അത് ഒരു മിനിറ്റ് ആയാലും ശരി, ആ ഒരു മിനിറ്റിൽ എനിക്ക് ചിലപ്പോൾ വല്ലതും ചെയ്യാം. പാല് തിളപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പാല് ഇങ്ങനെ തിളപ്പിക്കുന്നത് നോക്കി നിൽക്കണ്ട, ഞാൻ ആ സമയത്ത് ഒരു പോസ്റ്റ് ചെയ്യും. I make use of my time. I'm not sitting idle at any moment unless I decide that I want a break, I'm going to watch a movie. അതാണ് എൻ്റെ ഒരു, ഞാൻ അങ്ങനെയാണ്, ഒരു റെസ്റ്റ്ലെസ് പേഴ്സൺ ആണ്. തെരേസ്യൻ സ്പിരിറ്റിനെക്കാളും എനിക്ക് അറിഞ്ഞൂടാ. ലൈക്ക് ഐ എം വെരി അറ്റാച്ച്ഡ് ടു മൈ സ്കൂൾ. എനിക്ക് സ്കൂൾ, എനിക്കറിയില്ല ഇത് ഭാവൻസിന്റെ സ്പിരിറ്റ് ആണോ, എൻ്റെ സ്വന്തം സ്പിരിറ്റ് ആണോ, തെരേസ്യൻ സ്പിരിറ്റ് ആണോ. പക്ഷെ I am, people call me bundle of energy, powerhouse and all, bubbly and energy. ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെയാണ്. ഞാൻ നല്ലോണം സംസാരിക്കും, ഞാൻ എല്ലാവരുമായിട്ട് നല്ലോണം മിംഗിൾ ചെയ്യും. സോ അങ്ങനെ അതെൻ്റെ ഒരു പേഴ്സണാലിറ്റിയാണ്. ഓക്കെ, രേണു ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ചിന്തിച്ച് തുടങ്ങിയ ആ സമയം തൊട്ട് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പം എന്താ തോന്നുന്നത്? സാറ്റിസ്ഫാക്ഷൻ ആണോ? I am very happy. I'm very happy. എന്ന് വെച്ചാൽ എൻ്റെ ഇപ്പോൾ സ്റ്റുഡിയോ നിത്താരയും കൊണ്ട് എനിക്ക് എൻ്റെ വീട് റൺ ചെയ്യാനൊന്നും പറ്റില്ല. I have not taken it to that big a stage. But there is a lot of happiness എനിക്ക് കിട്ടുന്നത്. അതെന്താന്ന് വെച്ചാൽ കുറേ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ബോണ്ട്, അത് ഐ എം വെരി പെർട്ടിക്കുലർ അബൌട്ട് ഇറ്റ്. എനിക്ക് കസ്റ്റമേഴ്സ് വെറുതെ ഒരു ബൈ ആൻഡ് ഗോ, ചിലർ അങ്ങനെയാണ്, ചിലർ ഒരു സാരി വാങ്ങി പിന്നെ ഒരു ബന്ധമൊന്നുമില്ല. പക്ഷെ അല്ലാത്ത കുറേ പേര് എന്നോട് സാരീനെ പറ്റി ചോദിക്കും, ഈ സ്റ്റൈലിംഗ് ചോദിക്കും, ഏത് ബ്ലൗസാണ്, ദേ ട്രസ്റ്റ് മൈ ഒപ്പീനിയൻസ് ഓൺ ഇറ്റ്. എൻ്റെ എന്നുള്ള സാരി മാത്രമല്ല, രേണു എനിക്ക് വേറൊരു ബയറിൻ്റെ ഈ സാരി ഇഷ്ടമായി, വാട്ട് ഡു യു തിങ്ക്, ഇസ് ദ പ്രൈസ് റീസണബിൾ, ഡു യു തിങ്ക് ഐ ഷുഡ് ഗോ ഫോർ ഇറ്റ്. ഇഫ് ദേ വാല്യൂ മൈ ഒപ്പീനിയൻ ദെൻ ഐ ഹാവ് മേഡ് സം മാർക്ക് സംവെയർ. അപ്പോൾ അതെനിക്കൊരു സന്തോഷമാണ്. പിന്നെ ആദ്യം മുതലുള്ള കസ്റ്റമേഴ്സ് എൻ്റെ ഇപ്പോഴും കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഐ എം ഡൂയിങ് സംതിങ് റൈറ്റ് സംവെയർ. എനിക്ക് അങ്ങനെ കുറെ കംപ്ലൈൻസിന്റെ കേസ് ഉണ്ടായിട്ടില്ല. ഐ ഹാവ് ഹാഡ് വൺ റിട്ടേൺ
in the last month. That was my first return in all these years. Adu aa material avarku ishtayilla, so she returned. It was a very smooth and very എന്താ പറയുക നല്ല രീതിയിൽ തീർന്ന ഒരു റിട്ടേൺ. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് കേസ് ഓഫ് എ കസ്റ്റമർ റിട്ടേണിങ് എ സാരി. ഇതുവരെ ഉണ്ടായിട്ടില്ല. സോ അതൊക്കെ എൻ്റെ ഒരു ഐ കൺസിഡർ ദാറ്റ് ആസ് എ ബ്ലെസ്സിങ് ആൻഡ് ദാറ്റ് ഐ എം ഏബിൾ ടു ഡു സംതിങ് നോട്ട് ജസ്റ്റ് ഫോർ മീ. ഫോർ സാരി ഇഷ്ടമുള്ള പലർക്കും എൻ്റെ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള സാരി കിട്ടുകയാണ്. ദേ ആർ ഹാപ്പി വെൻ ദേ വെയർ ഇറ്റ്. വെൻ ദേ സെൻഡ് മീ ഫോട്ടോസ് ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. വെൻ ദേ ടെൽ മീ രേണു ഈ സാരി നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഉടുക്കാൻ നല്ല സുഖമായിരുന്നു പറയുമ്പോൾ എനിക്കൊരു സന്തോഷം. ദാറ്റ് ഇസ് ദ സ്റ്റുഡിയോ നിതാര തിങ്. Pinkshield is giving me a lot of happiness in the thing that I am making some difference to a lot of kids' life. I am the team is making a lot of difference to എന്തെങ്കിലും നമ്മൾ ഡിഫറൻസ് വരുത്തിയിട്ടുണ്ടെന്ന് നമുക്കിപ്പോൾ നല്ല കോൺഫിഡൻസ് ഉണ്ട്. എസ്പെഷ്യലി ഞങ്ങളിപ്പോൾ കഴിഞ്ഞ മാസം ന്യൂസ് ലെറ്റർ ഇറക്കിയപ്പോൾ ആ 1 ഇയറിൻ്റെ സമ്മറിയാണ് നമ്മൾ നോക്കണത്. ആൻഡ് വി ourselves were like ഇത്രയും ചെയ്തോ. അതൊരു ഭയങ്കര ഫീലിംഗ് ആണ്. എഴുതി തളർന്നു, എഡിറ്റ് ചെയ്ത് തളർന്നു. ഞങ്ങൾ 4-5 ദിവസം ലാസ്റ്റിലൊക്കെ ത്രൂ ഔട്ട് ഇരുന്ന് കറക്ഷൻസും ഇതും ചെയ്യാം. അവർ ഡിസൈനർ വാസ് സിറ്റിംഗ് ഇൻ ഡൽഹി, വി ആർ കോർഡിനേറ്റിംഗ്. പക്ഷെ ഓരോ ഇതും ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നി വി ഹാവ് മെയ്ഡ് എ ഡിഫറൻസ് ആൻഡ് ദാറ്റ് ഈസ് എ ബിഗ് ബൂസ്റ്റ് ഫോർ അസ് ടു ഗോ ഫോർവേഡ്. ഞങ്ങൾ ആരും NGO ബാക്ക്ഗ്രൗണ്ട് എന്നല്ല. ഞങ്ങൾക്കൊരു NGO എങ്ങനെയാണ് റൺ ചെയ്യേണ്ടതെന്നുള്ള ഒരു മാസ്റ്റർ നോളജ് ഒന്നുമില്ല. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാണ് ഇതിലേക്ക്. വി ജസ്റ്റ് ഗോട്ട് ഇൻ ടു ഇറ്റ് ആൻഡ് വി ആർ ലേണിംഗ് ഓൺ ദ ഗോ. ഞങ്ങളുടെ പേപ്പർ വർക്ക് ഇസ് ഹാപ്പനിങ് ഓൺ വൺ സൈഡ്, ബട്ട് ഇറ്റ്സ് ഫൈൻ. വി ആർ മേക്കിംഗ് എൻ ഇമ്പാക്റ്റ്. അപ്പോൾ ഗ്രൗണ്ട് സപ്പോർട്ടും ടീം വർക്കും ഉള്ളിടത്തോളം നമ്മളിത് മുമ്പിലേക്ക് എങ്ങനെയെങ്കിലും പോകും. അതാണ് അത്. വി ആർ നോട്ട് സ്റ്റെപ്പിംഗ് ബാക്ക് എനിമോർ. ഇനി മുന്നിലേക്കേ ഉള്ളൂ. Okay, thank you so much Renu ഇത്രയും സമയം എൻ്റെ ചാനലിന് വേണ്ടി തന്നതിന്. It is a very sweet thought, Anelia, that you are giving people an opportunity to talk about what their dreams are, what they expect from, I mean what they want to communicate. It's a very sweet gesture of yours to actually call women entrepreneurs, people who may be shy to talk. But ഞാൻ ആ കാറ്റഗറിയിൽ പെടില്ല. പക്ഷെ എന്നാലും there may be many who don't, but you're giving a very good platform. Thank you so much for having me here. It was a pleasure. Thank you.